ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പോൾ ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ഇന്ന് നല്ല തിരക്ക് പിടിച്ചൊരു ദിവസമാണ്. സ്കൂളിലൊക്കെ ഇന്ന് പിള്ളേർക്ക് സ്കൂളിൽ ഇന്ന് തൊട്ട് പോയി തുടങ്ങണം. ഇന്ന് ജൂൺ 2. അപ്പോൾ ഇന്ന് തൊട്ടാണ് കുട്ടികൾക്ക് സ്കൂളിൽ പോയി തുടങ്ങേണ്ടത്. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റിട്ടുണ്ട്. ഇപ്പം മണി 6 മണിയായി. 6 മണിക്കാണ് എണീറ്റ് വന്നത്. അപ്പോൾ വന്നപ്പോൾ തന്നെ ഞാൻ തലേ ദിവസം ആട്ടി വെച്ചിരുന്ന മാവ് എടുത്ത് ഞാൻ നോക്കുമായിരുന്നു. അത് നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മാവിനെ തുറന്ന് നോക്കിയപ്പോഴത്തേക്കും അത് കളഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ ഞാൻ ഫ്രിഡ്ജ് തുറന്ന് ഒരു കവർ പാലെടുത്ത് പുറത്ത് വെച്ചു. അത് രണ്ടും എടുത്ത് അവിടെ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ഫ്രിഡ്ജൊക്കെ അടച്ചു വെച്ചിട്ട് ഇനി വേറെ ഒന്നും എടുക്കാനില്ല അതിൽ നിന്ന്. അപ്പം അടച്ചു വെച്ചിട്ട് ഞാൻ നേരെ പുറത്തോട്ട് പോയി. പുറത്തോട്ടൊക്കെ പോയിട്ട് രാവിലെ ഉറക്കം കഴിച്ച ആ ഒരു ക്ഷീണത്തിലൊക്കെ നിൽക്കുവാണ്. എന്നിട്ട് നമുക്ക് നേരെ പല്ല് തേക്കാൻ പോവാം. രാവിലത്തെ പല്ല് തേപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് രാവിലെ സ്റ്റാർട്ട് ചെയ്യണം, കുട്ടികളെ വിളിക്കണം. അപ്പോൾ അങ്ങനെ അവരൊരു 6-6:30 ആയിട്ട് വിളിക്കാം. ഇപ്പം മണി ഏകദേശം ഒരു 5:50, 6 മണി ആയിട്ടുണ്ട്. 6 മണി ആയില്ലെന്ന് തോന്നുന്നു, 5:50 ആവുള്ളൂ. ഈ പുറത്തുള്ള വെട്ടം കണ്ട് നിങ്ങൾ പേടിക്കേണ്ട, അത് ക്യാമറയിലുള്ള അതുകൊണ്ടാണ്. ഇതിപ്പോൾ ഒരു നേരം വെളുത്ത് വരണേ ഉള്ളൂ, സൂര്യൻ ഉദിച്ചിട്ടില്ല. അപ്പോൾ ആ ടൈം ആയതേ ഉള്ളൂ. നമ്മുടെ പൈപ്പിൽ വെള്ളമില്ല, വെള്ളം തീർന്നു. അപ്പോൾ നമ്മൾ തലേ ദിവസം രാത്രി ചേട്ടൻ താഴത്തെ മെയിൻ പൈപ്പിൽ നിന്ന് വെള്ളം പിടിച്ചുകൊണ്ട് വന്ന് ചരുവത്തിലും ബക്കറ്റിലും ഒക്കെ നിറച്ച് വെച്ചിരുന്നു. അപ്പോൾ ഞാൻ അതിൽ നിന്നാണ് വെള്ളം എടുത്ത് രാവിലെ പല്ല് തേക്കുന്നത്. അപ്പം ഇന്നത്തെ കാലാവസ്ഥ കുഴപ്പമില്ല, മഴയൊന്നുമില്ല, മഴക്കാറൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് പല്ലൊക്കെ തേച്ചിട്ട് നമുക്ക് നമ്മുടെ കാര്യത്തിലോട്ട് കിടക്കാം. പിന്നെ രാവിലെ എണീറ്റ് ഈ പല്ല് തേക്കാതെ അടുക്കളയിൽ കയറിയിട്ട് ജോലി ചെയ്യുക എന്നുള്ളത് എനിക്കത് അങ്ങോട്ട് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. ഞാൻ രാവിലെ എണീറ്റ് പല്ലൊക്കെ തേച്ചതിന് ശേഷമാണ് അടുക്കളയിൽ കയറണത് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ എനിക്ക് അന്നത്തെ ദിവസം ശരിയാവില്ല. അപ്പോൾ നമ്മൾ പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകിയിട്ട് നമുക്ക് നേരെ അകത്ത് പോവാം. നമ്മുടെ പെയിൻറ് ഡപ്പയുടെ അടപ്പാണ് കേട്ടോ, അടപ്പല്ല കുപ്പിയാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ വെള്ളം എടുക്കുന്നത്. അങ്ങനെ നമ്മൾ നേരെ അടുക്കളയിൽ വന്നിട്ടുണ്ട്. അടുക്കളയിൽ വന്ന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു കവള് വെള്ളത്തിൽ ഒരു ഗുളിക കഴിക്കണം. അത് തൈറോയിഡിൻ്റെ ഗുളികയാണ്. അത് രാവിലെ സാധാരണ എല്ലാവരും പറയാറ് പല്ല് തേക്കുന്നതിന് മുന്നേ ഗുളിക കഴിക്കണമെന്നാണ്. പക്ഷേ ഞാൻ പല്ല് തേച്ചിട്ട് വന്നിട്ടാണ് ഈ ഗുളിക കഴിക്കാറ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മുന്നേ എനിക്ക് ഗുളിക കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇടയിൽ ഞാൻ പല്ല് തേക്കുമ്പോഴത്തേക്കിനും ഗുളികയും പോവും, പിന്നെ ഈ കഴിച്ച വെള്ളവും വരെ പോവും. അതുകൊണ്ട് ഞാൻ എപ്പോഴും പല്ല് തേച്ചതിന് ശേഷം മാത്രമാണ് ഗുളിക കഴിക്കാറ്. എല്ലാവരും അങ്ങനെയാണോ എന്ന് അറിഞ്ഞൂടാ, പക്ഷെ ഞാൻ പല്ല് തേച്ചതിന് ശേഷമാണ് ഗുളിക കഴിക്കുക. അപ്പോൾ നമുക്ക് രാവിലെ തന്നെ ഗ്യാസ് കത്തിക്കാം. അപ്പം ഗ്യാസ് കത്തിക്കാൻ വേണ്ടി തീപ്പെട്ടി ഉരച്ചപ്പോഴാണ് ആലോചിച്ചത് ഗ്യാസ് അടിയിൽ ഓഫായിരുന്നു, ഓണാക്കിയിട്ടാണ്. പിന്നെ ആ തീപ്പെട്ടീനെ അത് കളഞ്ഞിട്ട് വീണ്ടും അത് ഓണാക്കിയിട്ട്, അത് എനിക്ക് ഗ്യാസ് കത്തിക്കാമെന്ന് പറഞ്ഞാൽ ഇച്ചിരി പേടിയുള്ളൊരു കാര്യമാണ്. അടുപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ടപ്പേനെ എല്ലാം കത്തിക്കും, പക്ഷേ ആ ഗ്യാസ് കത്തിക്കുമ്പോൾ എനിക്ക് ചെറിയൊരു പേടി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചതിന് ശേഷം തേയിലപ്പൊടിയൊക്കെ ഇട്ടു. ഇനി നമുക്ക് മാവൊന്ന് എടുത്ത് കലക്കി വെക്കണം. അപ്പോൾ തേയിലപ്പൊടി പഞ്ചസാര ഇട്ടതിന് ശേഷം അത് കലക്കി വെക്കാം. ഇന്നലെ രാത്രി 2 പേരും നല്ല ത്രില്ലടിച്ചാണ് കിടന്നുറങ്ങിയത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് സ്കൂൾ തുറക്കുകയല്ലേ, കൂട്ടുകാരെയൊക്കെ കാണാമല്ലോ. അതെന്ത് ഞാൻ എടുത്ത് കളഞ്ഞെന്നറിയാമോ? പഞ്ചസാരയ്ക്കകത്ത് ഒരു പരിപ്പ് കഷ്ണം കിടന്നു, അതിനെയാണ് എടുത്ത് കളഞ്ഞത് കേട്ടോ. അപ്പം എല്ലാം ഇട്ട് പഞ്ചസാരയും തേയിലയെല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് മാവ് കലക്കിയെടുക്കാം. മാവെന്ന് വെച്ച് കഴിഞ്ഞാൽ തലേ ദിവസം രാത്രി, ഇന്നാണ് ഞാൻ ഇഡലി ഉണ്ടാക്കണത്. അപ്പോൾ തലേ ദിവസം രാത്രി ഞാൻ കുറച്ച് ഉഴുന്നെടുത്ത് വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നു. കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു അര ഗ്ലാസ് ഉഴുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതിനെ ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നു. പിന്നെ എനിക്ക് അരി അരയ്ക്കാൻ എൻ്റെ മിക്സി ഭയങ്കര കംപ്ലൈൻ്റാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുമെന്നറിയാമോ, ഞാൻ കുറച്ച് പച്ചരി പൊടിച്ചു വെച്ചിരുന്നു. ഇടിയപ്പത്തിന് പൊടിച്ചു വെച്ചിരുന്ന കുറച്ച് പച്ചരി ഉണ്ടായിരുന്നേ, അതിനെ എടുത്ത് നന്നായിട്ട് കൈ കൊണ്ട് കുഴച്ചിട്ട് ഈ ഉഴുന്നും അരച്ച്
പിന്നെ ഒരു ജാറിൽ കൊള്ളത്തക്ക രീതിയിൽ ചോറും കൂടെ അരച്ചിട്ട് ഇതിനകത്തിട്ട് നന്നായിട്ട് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്ത് ഈ ഡപ്പയ്ക്കകത്താക്കി വെച്ചതാണ് കേട്ടോ. അതാണ് എനിക്ക് ശരിയാവോ ഇല്ലയോ എന്നൊരു ഡൗട്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്ത് നോക്കുന്നത്. സക്സസ് ആവുകയാണെങ്കിൽ പിന്നീട് ചെയ്യാമെന്ന് കരുതി. അതാകുമ്പം മെല്ലിൽ കൊടുത്ത് പച്ചന് മാത്രം പൊടിച്ചെടുത്താൽ മതിയല്ലോ. അങ്ങനെ ചെയ്ത് നോക്കിയതാണ്. പക്ഷേ സംഭവം കിടുവായിരുന്നു. ആ ഇഡലി അടിപൊളിയായിട്ട് വന്ന് നല്ല പൊങ്ങിയും വന്ന് നല്ല സോഫ്റ്റും ആയിരുന്നു. മാവ് എനിക്ക് കലക്കിയപ്പോഴേ തോന്നിയത് നല്ല രസത്തിലത് വരുമെന്ന് തോന്നി. അങ്ങനെ ഞാൻ ചെയ്തതാണ്. പക്ഷെ സക്സസ് ആയി. ഞാനതിൽ വെള്ളമൊന്നും ചേർത്തില്ല. തലേ ദിവസം എന്താണോ ചെയ്ത് വെച്ചത് അത് തന്നെയാണ് ഇന്ന് രാവിലെയും ചെയ്ത് എടുത്തത്. അതിൽ ഒരു തുള്ളി വെള്ളം പോലും ഞാൻ ചേർത്തില്ല. പിന്നെ ഉപ്പ് മാത്രം ചേർത്ത്, അല്ലാതെ വേറെ ഒന്നും അതിൽ ചേർത്തിട്ടില്ല. അങ്ങനെ നമ്മൾ ബാക്കിയുള്ള ഒരു പാത്രത്തിൽ ആവശ്യമുള്ള മാവ് എടുത്തിട്ട് ബാക്കി മാവിനെ നമ്മൾ ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെച്ച് ഉപ്പിടാതെ എടുത്ത് വെച്ചു. അപ്പോഴത്തേക്കിനും അത് ഉപ്പിടാതെ എടുത്ത് വയ്ക്കുമ്പോൾ ഉള്ള ഗുണം പുളിച്ചു പോകില്ല മാവ്, അല്ലെങ്കിൽ പെട്ടെന്ന് പുളിച്ചു പോകും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള മാവിൽ മാത്രം കുറച്ച് ഉപ്പിട്ട് എടുത്ത്. ഇന്ന് സിദ്ധുവിനും പാറുവിനും പാറുവിന് ഫുഡ് സ്കൂളിൽ നിന്നുണ്ട്, സിദ്ധുവിന് സ്കൂളിൽ നിന്നില്ല. അപ്പോൾ നമ്മൾ കൊടുത്തു വിടണം. അപ്പോൾ ഞാൻ വിചാരിച്ച അവന് 2 മണി വരെ ഉള്ളൂ. അപ്പോൾ ഇഡലി കൊടുത്ത് വിട്ട് കഴിഞ്ഞാൽ അവൻ ഇഡലി കഴിച്ചിട്ട് വരും. വീട്ടിൽ വന്നതിന് ശേഷം ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഇഡലിയും സാമ്പാറുമാണ് ഇന്ന് കൊടുത്തു വിടുന്നത് അവന്. അപ്പം അതിനാണ് ഇത്ര മാവ് എടുത്തത്. അല്ലെങ്കിൽ ഇത്ര മാവിൻ്റെ ആവശ്യം വരില്ല. നമ്മൾ 3 പേരല്ലേ ഉള്ളൂ. 2, 3 വെച്ച് തിന്നുമ്പോഴത്തേക്കിനും ഒരു പ്രാവശ്യം അവിക്കേണ്ട ഇഡലി മാത്രം മതി. അങ്ങനെ അപ്പോൾ നമ്മുടെ തേരയെല്ലാം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്കിനി പാലൊഴിച്ച് കൊടുക്കണം. അതെല്ലാം കഴിഞ്ഞ് ഇനി അടുത്ത് ചെയ്യേണ്ടത് സാമ്പാറിന് കഷ്ണം തപ്പുക എന്നുള്ളതാണ്. അതിനൊരു ഗുട്ടൻസ് ഉണ്ട്, കാണിച്ചു തരാവേ. പാലൊക്കെ പൊട്ടിച്ചൊഴിക്കുകയാണ്. ഗുട്ടൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? വേറൊന്നുമല്ല, മലക്കറി സാമ്പാറിന് എല്ലാം ഒന്നും ഇല്ലായിരുന്നു. അതിന് ആ പടം ഉണ്ടായിരുന്നത് വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു, ഒരു കത്തിരിക്കയും പിന്നെ 2-3 ചീന മരക്കയും ഉണ്ടായിരുന്നു. മരയ്ക്ക ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. 1, 2, 3, 4 ഐറ്റം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിൽ പിന്നെ ഞാൻ സവാളയും ഇട്ട്, കുഞ്ഞുള്ളി ഇല്ലാത്തതുകൊണ്ട് കുഞ്ഞു സവാളയില്ലേ, ആ കുഞ്ഞു സവാളയും ഇട്ട് പരിപ്പും ഇട്ടാണ് സാമ്പാറിന് അരിഞ്ഞെടുത്തത്. അപ്പോഴത്തേക്കും നമ്മുടെ പാറുട്ടി ഉറക്കം എണീറ്റ് വന്നിട്ടുണ്ട്. ഇപ്പോൾ മണി 6:30 ആയി. അപ്പോൾ പാറു ഉറക്കം എണീറ്റ് വന്നു, കണ്ണും തിരുമ്മി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ അവളെ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് ഒന്ന് സാന്ത്വനിപ്പിച്ചിട്ട് അവളെ പല്ല് തേക്കാനൊക്കെ വിട്ടിട്ടുണ്ട്. അങ്ങനെയാണ് പാറു ഉറക്കം എണീറ്റ് വന്നു കഴിഞ്ഞാൽ കുറച്ച് നേരം അങ്ങനെ ഇരിക്കും. ഒന്നുകിൽ ബ്രഷും വെച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ചുമ്മാ ഇരിക്കും. അങ്ങനെ അപ്പോൾ അവളെ പറഞ്ഞു വിട്ടിട്ട് ഞാൻ അരിഞ്ഞു വെച്ചിരുന്ന സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം എടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പും ഇട്ട് എടുത്ത്, ഉപ്പിട്ടില്ല, ഉപ്പ് ഇപ്പോഴാണ് ഇടുന്നത് കേട്ടോ. ഉപ്പും ഇട്ട് നമ്മൾ അടച്ച്, ചായ തിളച്ചിട്ടുണ്ട്. അപ്പോൾ ആ അടുപ്പിലോട്ട് അങ്ങ് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. രാവിലെ പിന്നെ ധൃതി പിടിച്ച പണികളൊക്കെ ആയതുകൊണ്ട് ഇന്ന് അത്ര ധൃതിയില്ല, എന്നാലും അത്യാവശ്യം ധൃതി ഉണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ചോറ് വെച്ചില്ലല്ലോ, അപ്പോൾ അത്ര ധൃതി പിടിച്ച പണിയില്ലായിരുന്നു. ഇഡലി സാമ്പാർ മാത്രമേ ഉണ്ടാക്കാനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇനി ചായ അരിച്ചെടുക്കണം. പിന്നെ ഇന്ന് പാറു പാവാടയും ഹാഫ് സാരി മോഡലുള്ള പാവാടയും ഉടുപ്പാണ് ഇട്ടുകൊണ്ട് പോയത്. അവൾ തലേദിവസമല്ല 2-3 ദിവസം മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ഡ്രസ്സാണ് അവൾ ഇടാൻ പോണത്. അവളെ കൂട്ടുകാരി അങ്ങനത്തെ ഉള്ള ഡ്രസ്സാണ് ഇടുന്നത്, അതുകൊണ്ട് അവൾക്കും അത് തന്നെ ഇടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് ആദ്യമേ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. സിദ്ധു ആ ഹുഡിയും പിന്നെ പാൻറ്റും ഷൂവാണ് ഇട്ടുകൊണ്ട് പോയത്. ഇന്ന് കളർ ഡ്രസ്സാണ്, പിന്നെ യൂണിഫോം അല്ല. ഒരാഴ്ചത്തേക്ക് കളർ ഡ്രസ്സാണെന്നാണ് പറഞ്ഞത്. പാറുവിന് അങ്ങനെയാണ് പറഞ്ഞത്, സിദ്ധുവിന് ഇങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. അപ്പം നമ്മൾ ചായ അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. കണ്ടോ, സൂര്യൻ ഉദിച്ച് വരണതേ ഉള്ളൂ. നമ്മുടെ ആ വാതിലിൻ്റെ അവിടെ നിന്ന് കണ്ടോ, സൂര്യൻ ഉദിച്ച് വരണതേ ഉള്ളൂ. ഇപ്പം ഹാളിൽ നമ്മൾ ലൈറ്റ് ഇട്ടിരുന്നു, നേരത്തെ ഇരുട്ടായതുകൊണ്ട് ലൈറ്റ് ഇട്ടിരുന്നു.
അപ്പോൾ നമ്മുടെ സിദ്ധൂട്ട് ഉറക്കം എണീറ്റ് മീനിന് തീറ്റ കൊടുത്തിട്ട് നേരെ വന്ന പ്രാവിനെ തുറന്നു വിടുകയാണ്. പ്രാവിനെ സാധാരണ താമസിച്ചാണ് തുറന്നു വിടണേ, 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്കിനാണ് തുറന്നു വിടുന്നത്. ഇന്ന് ഇത്തിരി നേരത്തെ ഒരു 6:30 ആയപ്പോഴത്തേക്കിനും പ്രാവിന് തീറ്റ കഴിക്കാനൊരു ബുദ്ധിമുട്ട്. കാരണം ഇത്രയും ദിവസം താമസിച്ച് കൊടുത്തിട്ട് ഒറ്റയടിക്ക് അതിന് നേരത്തെ കൊടുത്തപ്പോഴത്തേക്കിനും അതിന് കഴിക്കാനൊരു ബുദ്ധിമുട്ടായിട്ട് അത് അവിടെ കിടന്ന് ഇങ്ങോട്ടും നടത്തുമായിരുന്നു. പിന്നെ സിദ്ധു അതിനെ പിടിച്ച് അടച്ചിട്ടില്ലെങ്കിലുള്ള പ്രശ്നം പൂച്ച വന്ന് പിടിച്ചുകൊണ്ട് പോകും. അതുകൊണ്ടാണ് അടച്ചിടണത്. അങ്ങനെ അടച്ചിട്ടിട്ടാണ് അവൻ സ്കൂളിൽ പോയത്. ഒരെണ്ണം മാത്രം എപ്പോഴും പുറത്തിരിക്കും. അത് പിന്നെ പിടിച്ചാൽ വരത്തില്ല, അതുകൊണ്ടാണ് അത് പുറത്ത് തന്നെ ഇരിക്കുന്നത്. അപ്പോൾ പാറു പല്ലൊക്കെ തേച്ചിട്ട് വന്നിട്ടുണ്ട്. ഇനി പ്രാവ് തീറ്റ തിന്നാൻ വേണ്ടിയിട്ട് അതിന് ഒരു അസ്വസ്ഥതയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഇവിടെ നിൽക്കട്ടെ, നമുക്ക് ഇനി വീണ്ടും അടുക്കളയിലോട്ട് പോകണം. തിരിച്ച് അടുക്കളയിലോട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്തോന്ന് നോക്കണം. അങ്ങനെ നമ്മൾ ഇഡലി തട്ടിൽ മാവെടുത്ത് വെക്കട്ടെ. അങ്ങനെ ഇഡലി തട്ടെടുത്ത് മാവൊക്കെ എടുത്ത് ഒഴിക്കാൻ പോവുകയാണ്. ഒഴിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിരുന്നു ഇന്നത്തെ ഇഡലി കൊള്ളാം, നന്നായിരിക്കുമെന്ന് എനിക്ക് മനസ്സിലായി. കാരണം മാവ് കാണുമ്പോൾ നമുക്കറിയാമല്ലോ. അങ്ങനെ അപ്പോൾ ഇഡലി തട്ടിൽ മാവൊക്കെ നിറച്ച് നമ്മൾ ഇഡലി ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. പല്ല് കഴിക്കുന്നുണ്ട്. പാറുട്ടി അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഓരോരോ പരിപാടിയായിട്ട് ഓരോരുത്തർ ഓരോ സൈഡിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെണ്ടയ്ക്കയും പുളിയും കൂടെ അവിടെ എടുത്ത് വെച്ചു. വെണ്ടയ്ക്ക അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പുളി പിഴിയാനുള്ളതും വെച്ചിട്ടുണ്ട്. തൊട്ടിപ്പുറത്ത് ചായ ഇരിക്കുന്നത് മാവും ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ കുറച്ച് വെള്ളം ആയതിനെയാണ് ആ തുടച്ച് കളഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മളെ കുക്കർ ചീറ്റി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരു 3 വിസിലാകുമ്പോൾ അത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ മതി. കാരണം അതിൽ മലക്കറി ഇല്ലല്ലോ അധികം, അതുകൊണ്ട് 2 വിസിലായാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മുടെ കുക്കർ ചീറ്റി തുടങ്ങിയിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഞാൻ അതിലിടാനുള്ള സാമ്പാർ പൊടിയും പിന്നെ മുളകും ഇച്ചിരി കായവും കൂടെ എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. മുളക് പൊടി ഇടുന്നത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം മുളക് പൊടി ഇട്ടാൽ മതി. ഞാൻ മുളക് പൊടി ഇടും, കാരണം മഞ്ഞ കളർ ഇരുന്ന് കഴിഞ്ഞാൽ ഇവിടെ സാമ്പാർ മഞ്ഞ കളർ ഇടുന്നത്. അതുകൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടിയും എരിവും കിട്ടും, എന്താ കളറും കിട്ടും. പിന്നെ ഒരുപാട് ബൂസ്റ്റ് കൂട്ടിയിട്ട് ചൂടോടെ ചായ കുടിക്കില്ല, അപ്പോൾ തണുത്ത് കഴിഞ്ഞിട്ടേ കുടിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ചായ നേരത്തെ എടുത്ത് ഒഴിച്ച് വെക്കും. 2 ചെമ്പിലായിട്ട് ചായ ഒഴിച്ചങ്ങ് വയ്ക്കും. ഞാൻ പിന്നെ എല്ലാ ജോലിയും കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ ചായ കുടിക്കുള്ളൂ. കാരണം ചായ കുടിക്കണം. ഞാൻ ഗുളിക കഴിച്ചിട്ട് 6 മണിക്ക് ഗുളിക കഴിച്ചു, ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കിന് എനിക്കടുത്ത് ചായ എന്തെങ്കിലും കുടിക്കാൻ പറ്റുള്ളൂ, ഗുളിക കഴിച്ചിരുന്നുണ്ട്. അപ്പോൾ നമ്മളെ പാറ് ഗുളിക കഴിഞ്ഞിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കൊണ്ടേനടുത്ത് ബാക്കിലോട്ടൊന്ന് കെട്ടി കൊടുക്കാം. തലമുടി ഉണങ്ങിയാലേ കെട്ടി വിടാൻ പറ്റുള്ളൂ. അപ്പം തലമുടി നന്നായിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട് കെട്ടി കൊടുത്ത് രാവിലെ പിന്നെ എണീക്കുമ്പോഴത്തേക്കിന് സ്വാഭാവികമായും എനിക്ക് എപ്പോഴും ജലദോഷമുള്ളതാണ്. ജലദോഷം ഇസ്നോഫീലിയ ഉള്ള ഒരാളായതുകൊണ്ട് 24 മണിക്കൂർ എനിക്ക് ജലദോഷം വേണം. അപ്പോൾ നമ്മുടെ സാമ്പാർ ഭക്ഷണങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇനി അതിന് നമുക്ക് കൂട്ട് ചേർത്തെടുക്കണം. കുട്ടികൾ ഓരോരുത്തരായിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. ഇടയ്ക്ക് സിദ്ധുവിന് പോയി തലയിൽ ഇച്ചിരി എണ്ണ തേച്ച് കൊടുത്തു.
അപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കിയത് പാവ അവിടെ നിന്ന് എൻ്റെ അടുത്ത് എന്തോ പറഞ്ഞു. അപ്പോൾ ഞാൻ വീണ്ടും അങ്ങോട്ട് പോയി. അപ്പോൾ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അടുക്കളയിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇവിടെ നിന്ന് അടുക്കളയിൽ നിൽക്കുമ്പോഴത്തേക്കിനും അങ്ങോട്ട് വിളിക്കും, അവിടെ നിൽക്കുമ്പോഴത്തേക്കിനും ഇങ്ങോട്ട് വിളിക്കും. രാവിലെ ഒരു മേളം തന്നെയാണ്. അപ്പം നമ്മൾ ഇഡലി കണ്ടോ, നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇളക്കി നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇതൊക്കെ ഞാൻ ഇങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ആരും കാണാറില്ല, സബ്സ്ക്രൈബ് ചെയ്യാറുമില്ല, ലൈക്ക് ചെയ്യാറുമില്ല. അതുകൊണ്ടാണ് നല്ല ബുദ്ധിമുട്ടിയാണ് നമ്മളെ വീഡിയോ എടുക്കണതും എഡിറ്റ് ചെയ്യണത് എല്ലാം. ഞാൻ എന്താ ഇവരെ രണ്ടുപേരെ കാര്യം നോക്കണം, വീട്ടുകാര്യം നോക്കണം, ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇതെല്ലാം ചെയ്യണത്. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പം ആരെങ്കിലുമൊക്കെ കാണാതിരിക്കുമ്പോൾ നമുക്കത് വിഷമാവും, നല്ല വിഷമാവും. നമ്മളിങ്ങനെ നോക്കുമല്ലോ വീഡിയോ ഇട്ട് കഴിഞ്ഞതിന് ശേഷം എത്ര പേര് കണ്ടു, എത്ര പേര് കണ്ടില്ല, എത്ര പേര് കണ്ടെന്ന് നമ്മൾ സ്വാഭാവികമായി ഇങ്ങനെ നോക്കും. അപ്പം നമ്മളൊരു പാത്രത്തിൽ ഇഡലി സാമ്പാറും എടുത്ത് കുട്ടികൾക്ക് കൊണ്ട് വെച്ചിട്ടുണ്ട്. അവർ കഴിച്ചുകൊണ്ട് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി, പാറ തലയൊക്കെ കെട്ടി സിംഗരിയായി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ സിദ്ധൂട്ടനെ ഇറങ്ങിയിട്ടുണ്ട്. സിദ്ധൂട്ടനെ കൂടുതലും വീഡിയോ കാണിക്കാത്തത് അവന് വീഡിയോയിൽ വരാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ, ആരും ഒന്നും വിചാരിക്കരുത്. അപ്പോൾ രണ്ടുപേരും പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. എന്തെങ്കിലും മറന്നോ എന്നാണ് അവിടെ ചോദിക്കുന്നത്. ഇപ്പോൾ രണ്ടുപേരും ID കാർഡൊക്കെ എടുത്തിട്ട്, ID കാർഡ് ഇല്ലെങ്കിൽ പോകാൻ പറ്റില്ല കേട്ടോ. പാറ ഓടുന്ന ഉമ്മക്കരാനാണ് ഉമ്മക്ക് തന്നെ പോകാറുണ്ട്. ഇവരിന് പോകുമ്പോഴാണ് ഞാൻ അവരെ മിസ് ചെയ്യുന്നത്, ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. കാരണം എത്രയും ദിവസം അവരുണ്ടായിരുന്നിട്ട് പിന്നെ അവർ പോകുമ്പോഴത്തേക്കും ഞാൻ ഒറ്റയ്ക്കായിട്ട്. അപ്പം ഭയങ്കരമായിട്ട് എനിക്കത് ഫീൽ ചെയ്യും. അവർ പോയി കഴിയുമ്പോഴാണ് എനിക്കത് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ ടാറ്റയും ഉമ്മയൊക്കെ തന്ന പാറവും ചുറ്റും കൂടെ സ്കൂളിൽ പോവുകയാണ്. അവർ പോയിട്ട് വരട്ടെ. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ നിർത്തുന്നു. അവരും സ്കൂളിൽ പോയിട്ട് വരട്ടെ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.